പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുനത്തിൽ അനുസ്മരണം പുനത്തിൽ സ്മൃതി സംഘടിപ്പിച്ചു. ഫോട്ടോഗ്രാഫർ ഡി മനോജിന്റെ സ്മാരകശിലകളിലൂടെ എന്ന ഫോട്ടോഗ്രാഫി പുസ്തകത്തിന്റെ പ്രകാശനവും അനുസ്മരണവും നഗരസഭ സാംസ്കാരിക ചത്വരത്തിൽ വെച്ച് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മനസ്സിൽ കുഞ്ഞബ്ദുള്ളയോട് എന്നും സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ്. ഒരു ഔദാര്യമായിട്ടല്ലാതെ നല്ലതേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. എന്നെ ബുദ്ധിമുട്ടിച്ച കാലത്തും എനിക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അന്തിയുറങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. കാരണം അദ്ദേഹം ഒരു ശുദ്ധ ഹൃദയനാണ്. പല പല ബാഹ്യപ്രേരണകൾക്കും എളുപ്പത്തിൽ വിധേയനാകുന്ന ഒരു പാവം മനുഷ്യനായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അത് അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് എന്നും സ്നേഹം മാത്രം ഉണ്ടായിരുന്നത്. കർമ്മരഹിതമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞബ്ദുള്ള. തൻ്റെ അപാരമായ കഴിവുകൾ മുഴുവൻ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുകയായിരുന്നു. എനിക്കെതിരെ കേസ് കൊടുത്തു. 1 വർഷത്തോളം ഞാൻ ഇതുകൊണ്ട് കഷ്ടപ്പെട്ടു. ആരാണ് ഇത് ചെയ്യിച്ചതെന്നും ആർക്ക് വിധേയനാണ് കുഞ്ഞിക്ക ഇത് ചെയ്തതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. എളുപ്പത്തിൽ വിധേയനാകുന്ന ഒരു പാവം മനുഷ്യൻ, അതറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് എന്നും സ്നേഹം മാത്രം ഉണ്ടായിരുന്നത്. കന്മഷരഹിതമായ ഒരു മനസ്സിന്റെ ഉടമ. പിന്നെ അദ്ദേഹം വളരെ വലിയ സാഹിത്യകാരനാണ്. പക്ഷേ ആ സ്ഥിതിയിൽ നിന്നൊക്കെ എത്രയോ ഉയർന്ന ഒരു ദിശയിൽ എത്തേണ്ട ആളായിരുന്നു അദ്ദേഹം. സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത്. സ്വയം തൻ്റെ അപാരമായ കഴിവുകൾ മുഴുവൻ ധൂർത്തടിച്ചു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. വളരെ ചെറുപ്പത്തിലെ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വിദ്യയാൽ കേമനെന്നാലും മദ്യപൻ തള്ളിടേണ്ടവൻ. വിദ്യയാൽ കേമനെന്നാലും മദ്യപൻ തള്ളിടേണ്ടവൻ. ഞാൻ കുടിക്കാറില്ല. കുടിക്കുന്നവർ മോശക്കാരാണ് എന്ന് ഉള്ള അഭിപ്രായവും എനിക്കില്ല. പക്ഷേ കള്ള് നമ്മളെ കുടിക്കുന്ന നിലയിലെത്തിയാൽ സംഗതി മോശമാകും. കള്ളു കുടിക്കുന്നവർ മോശക്കാരാണെന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ മുഴുവനും ജപ്പാൻകാർ മുഴുവനും മോശക്കാരാണെന്ന് പറയേണ്ടി വരും. എം മുകുന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. രാജേന്ദ്രൻ എടത്തുംകര അധ്യക്ഷത വഹിച്ചു. എം മുകുന്ദൻ, കെ വി സജയ്, വി ടി മുരളി, കെ ശ്രീധരൻ, ടി മനോജ്, പാലേരി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി രാജൻ സ്വാഗതവും കെ സി പവിത്രൻ നന്ദി പറഞ്ഞു. ഈ വളരെയധികം സങ്കീർണമായിട്ടുള്ള ക്രൂരമായ ഈ ലോകത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെ ഇത്ര നിഷ്കളങ്കരായി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതമാണ്. അപ്പോൾ ആ ഒരു നിഷ്കളങ്കതയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടത്. പപ്പേട്ടൻ്റെ ഈ സാന്നിധ്യം കുഞ്ഞബ്ദുള്ളക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവാണ്. നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഇവിടെ സംഭവിക്കുന്നതൊക്കെ അറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞബ്ദുള്ള മുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു നിമിഷമായിരിക്കും. കാരണം പപ്പേട്ടൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. കുഞ്ഞിക്കയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ വർഷങ്ങൾ ഒരു 5-6 പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങളും കലഹിച്ചിട്ടുണ്ട്. ഇപ്പം കലഹം സ്നേഹത്തിൻ്റെ മറ്റൊരു ആവിഷ്കാരമാണ്. അപ്പം കലഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്നേഹമല്ല എന്നാണ് അർത്ഥം.